ആ അയ്യരെ വിളിച്ചാലേ സൂപ്രണ്ടിന്റെ ഓഫീസിൽ പോയിട്ട് ആ ബില്ല് ശരിയായി നോക്കാൻ പറയണം. വർക്കിച്ചേട്ടാ, ഇവരെ കൊണ്ടുപോയി ബ്രഷ് ചെയ്ത് തരും. മിസ്സസ് മേനോൻ എവിടെ പോയി? മടങ്ങി വരുമ്പോ ഞാൻ വിളിച്ചെന്ന് പറയും. ആ, ഇത് ആലീസാ. ഇന്ന് മീനൊന്നും കിട്ടിയില്ല കുഞ്ഞെ. മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നു. തുടച്ചെന്റെ കൈ മുഴുവൻ നാർന്ന്. ഈ പെണ്ണുമ്പിള്ള എങ്ങനെയാണാവോ അതിന് കെട്ടിപ്പിടിച്ചു നടക്കുന്നത്? ആ സോപ്പ് ഞാൻ നീ ഇന്നാളെ അയച്ച എഴുത്തിന് മറുപടി വന്നില്ലേ? മൂന്നാമത്തെ എഴുത്താണ്. 20 ദിവസമായി അയച്ചിട്ട്. നിന്റെ അമ്മാവനും ചിലപ്പോ മലബാറിലേക്ക് കിടന്നു കാണും. 10 കൊല്ലം മുമ്പ് തന്ന മേൽലാസല്ലേ നിന്നെ ഇവിടെ കൊണ്ട് ആക്കേച്ചും പോകുമ്പോ തന്നതാ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാം. അവൻ അന്ത്രപ്പേരിന്റെ തലപ്പുലയനായിരുന്നു. നീ പേടിക്കണ്ട പെണ്ണെ. ഏറിയ 1 കൊല്ലം കൂടി, അത് കഴിഞ്ഞാൽ നല്ലൊരുത്തന്റെ കൂടെ അവര് നിന്നെ പറഞ്ഞയക്കും. നിനക്ക് എന്തിന്റെ കുറവ് അവിടെ ഉള്ളത്? വർക്കിച്ചേട്ടാ, നിഷക്കുഞ്ഞുങ്ങളെ ഊണെന്നാ ഡ്രൈവറെ ഏൽപ്പിച്ചേക്ക്. ഹായ്. ഹലോ. യു സീ ദിസ്? എന്തൊരു മാസ്കുലിനാ. നീ സൂപ്പർമാൻ സ്റ്റീവ് റീവ്സിന്റെ പടം കണ്ടിട്ടുണ്ടോ? ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. ഓ, മിനിക്ക് എന്ത് പറഞ്ഞാലും ഒരു ഹോളിവുഡ് എക്സാമ്പിൾ ഉണ്ടാവും. സ്വപ്നം കണ്ടിരുന്നോ? കെട്ടിക്കൊണ്ടു പോകാൻ ഹോളിവുഡിൽ നിന്ന് ആള് വരും. യു ഗെറ്റ് ലോസ്റ്റ്. മിഥുൻ ചക്രവർത്തിനെ മസലും കെട്ടിപ്പിടിച്ചിരുന്നോ? കം ഓൺ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തമ്മിൽ വഴക്കടിക്കുന്നത്? ഫുഡ് കഴിക്കൂ. ആ നിഷ, നീ വിശാഖയിലെ ഫിലിം കണ്ടോ? ടെറിഫിക്. റേഡിയസ് ഓഫ് ദി ലോസ്റ്റ് ആക്കല്ലേ? ലാസ്റ്റ് സൺഡേ ടോണിക്ക് വരാൻ പറ്റിയില്ല. ദിസ് സൺഡേ ഹീസ് കമ്മിങ്. ഞങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ റോഡ് ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം? പത്രത്തിൽ പടം പിടിച്ചു വന്നത് ചൂല് പോലും കയ്യിലെടുക്കാത്ത മെമ്പേഴ്സിന്റെ അല്ലേ? അത് ആരുടെ കുറ്റം? മിസ്റ്റർ സുകുമാരൻ നായരല്ലേ പത്രത്തിൽ പടം എടുക്കുന്ന കാര്യം ഏറ്റത്? എന്നിട്ട് എന്തായി? അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ നമുക്ക് ഗാന്ധി ജയന്തി വളരെ മെമ്മറബിൾ ആക്കണം. അലീസ്, ഇത്തവണ നമുക്ക് എവിടാ ക്ലീൻ ചെയ്യേണ്ടത്? പബ്ലിക് മാർക്കറ്റ് തന്നെ മതി. പത്രക്കാർക്ക് വരാനും എളുപ്പമാണ്. കഴിഞ്ഞ വർഷം എന്റെയും പടം എടുത്തതാ, പക്ഷെ പത്രത്തിൽ വന്നപ്പോ നിങ്ങളുടെയൊക്കെ ആയി. സാരമില്ല, ഇത്തവണ മിസ്സസ് സരോജിനി ചൂലും പിടിച്ച് മുമ്പിൽ നിന്നാ മതി. ഇത്തവണ ഗാന്ധി ജയന്തി ഏത് ഡേറ്റിനാ വരുന്നത്? എല്ലാ കൊല്ലവും October 2 തന്നെയാണ് സംഭവം. അത് അദ്ദേഹം ജനിച്ച ദിവസവും മരിച്ച ദിവസവും. അയ്യോ, അന്ന് എന്റെ ഒരു കസിന്റെ മാരേജ് ഉണ്ടല്ലോ. ആ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. അന്ന് പുള്ളിക്കാരന്റെ ബർത്ത്ഡേയാ. എന്നാ പിന്നെ അന്ന് കൂടെ തന്നെ ഇരുന്നു. അപ്പൊ പിന്നെ തോട്ടികളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കാം.
ഒറ്റയ്ക്ക് ചൂലും കൊണ്ട് മാർക്കറ്റ് ക്ലീൻ ചെയ്യാൻ എന്റെ ജാതകത്തിൽ ആലീസ എഴുതിയിട്ടില്ല. ഗാന്ധി ജയന്തിക്ക് ആരില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. ഉടുക്കാൻ കടർ സാരി വാങ്ങിച്ചു വെച്ചിരിക്കാണേ. കടർ സാരിയൊക്കെ ആലീസ്, ആ ഓഡിറ്റോറിയത്തിന്റെ പ്ലാൻ എന്നാ വരച്ചു കിട്ടുന്നത്? ആലീസിന്റെ ഇഷ്ടക്കാരനെ ഏൽപ്പിച്ചെന്റെ തകരാറാ. വേറെ ആരെങ്കിലും ഏൽപ്പിച്ചെങ്കിൽ എന്നേ കിട്ടിയേനെ. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്ന ഒരു കാര്യം ഒന്നും പറയണ്ട. ആ, പ്ലാൻ വരച്ചിട്ടില്ലെങ്കിൽ എന്നാ, ആലീസിന് കൂട്ടിന് ഒരാളെ കിട്ടിയല്ലോ. അതെ അതെ. അവളും ചെറുക്കനും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. എനിക്ക് തോന്നി കമലമ്മ രാവിലെ ഇറങ്ങിയല്ലേ. എന്റെ ഗൗരിയമ്മേ, ഈ ബസ്സിൽ കയറി പറ്റുന്ന കാര്യം ഓർക്കുമ്പോ വരണ്ടാന്ന് തോന്നും. ഇന്ന് ആദ്യത്തെ ബസ്സിൽ കയറി തിരിച്ചതാ. ഞായറാഴ്ചയായിട്ട് പോലും ഇരിക്കാൻ ഇടം കിട്ടിയില്ല. തൂങ്ങി പിടിച്ചു നിന്ന് ഒരു വിധം ഇങ്ങെത്തി. ആ, ഞാൻ ബസ്സിലൊക്കെ കയറി കാലം അങ്ങ് മറന്നു. അല്ല, എവിടെ പോകാനാ? ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കല്ലേ. ഗോപി ഇല്ലേ? ഉണ്ട്, എഴുന്നേറ്റ് കാണത്തില്ല. ഭഗവതി, വൃശ്ചികം 6-ാം തീയതി 2 കൊല്ലം തികയും. വീടിന്റെ ഐശ്വര്യമായിരുന്നു. മോനെ, അമ്മൂമ്മ വന്നിട്ടുണ്ട്. പൊന്നുമോനെ, ഉണ്ണിക്കുട്ടാ, മോൻ അമ്പലത്തിൽ പോയിരുന്നോ? ഭഗവതിയോട് എന്തൊക്കെ ചോദിച്ചു? അമ്മ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല മോളെ, ഇപ്പൊ വന്നേ ഉള്ളൂ. മോന് നെയ്യപ്പം വേണ്ടായോ? ഇന്നാ, നല്ല മധുരമുള്ളതാ, തിന്നു മോനെ. ഇന്നാ അമ്മേ നെയ്യപ്പം. എനിക്ക് വേണ്ട, കടിക്കാൻ വയ്യ, പല്ലുവേദന. അമ്മ കഴിക്കൂ. ഞാൻ കഴിച്ചതാ മോളെ, മോള് തിന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നത്. നിന്റെ ഒരു കോലം. ആ, വീട്ടു ജോലി, ആഫീസിൽ പോക്കും. സഹായത്തിന് ആരെങ്കിലും വേണ്ടേ? അവക്കൊരു ജോലിക്കാരിയെ വെക്കാൻ വയ്യ, പിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കുറ്റം പറഞ്ഞതല്ല, ഞാൻ അവളുടെ അമ്മയല്ലേ. എനിക്ക് അവളെ കാണുമ്പോ ഇത്തിരി ദണ്ണമുണ്ട്. അമ്മ വാ, നമുക്ക് അകത്ത് പോ. ഞാൻ ഇത്തിരി കാപ്പിടാം. ആ, കുറച്ച് പഴവും ഇത്തിരി പച്ചക്കറിയൊക്കെ ഉണ്ട് മോളെ. നീ ഇങ്ങോട്ട് മാറി നിൽക്കും മോളെ, ഞാൻ കത്തിക്കാം. പച്ച വിറകാ. അടുക്കള ജോലി ചെയ്യാനെങ്കിലും ആരെങ്കിലും ഒന്ന് വയ്ക്കാൻ ഞാൻ വരുമ്പോഴൊക്കെ നിന്നോട് പറയാറില്ലേ? അമ്മ കേൾക്കാൻ വേണ്ടിയാ അവര് വേലക്കാരിയുടെ കാര്യം പറഞ്ഞത്. ആര് വന്നാലും ഇവിടെ ഒരു ദിവസം പോലും നിർത്തില്ല. അത്രയ്ക്ക് മോശം നാക്ക. പിച്ചക്കാരോട് പെരുമാറുന്നത് പോലെ വേലക്കാരോട്. ഇക്കാലത്ത് ആരെങ്കിലും നിൽക്കുവോ? തല എടുത്തോണ്ട് പോയാലേ വീടിന് ഗുണം പിടിക്കൂ. ഏതാ മോളെ കാപ്പിപ്പൊടി? ആ നീല ടിന്നില്. അവന്റെ കുടിക്ക് ഒരു കുറവുമില്ലല്ലേ? കൂടുതലാ, നേരം വെളുക്കുമ്പോ തുടങ്ങും. ആ, ആരെ പേടിക്കാനാ? ആ പത്രം ഓഫീസിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. അവന് നല്ല ബുദ്ധി തോന്നാൻ നീ ഭഗവതിയോട് പ്രാർത്ഥിച്ച മോളെ, അല്ലാതെ എന്ത് ചെയ്യാനാ? അടിയും ചവിട്ടും ചീത്തവിളിയും കേട്ടും മടുത്തമ്മേ. ഉണ്ണിയെ ഓർത്തിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. അമ്മ മരിച്ചെന്റെ പിറ്റേന്ന് തുടങ്ങിയതാ ഈ കഷ്ടപ്പെടുത്തല്. നീ എങ്ങനെയാ വന്നത്? ബസ്സിൽ. വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കാമായിരുന്നല്ലോ. കാറിലും സുഖം ബസ്സാ.
അവരൊക്കെ പള്ളിയിൽ പോയിരിക്കുക. പഠിത്തമൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? ഇരിക്കേ. ഹോസ്റ്റലിലെ ഭക്ഷണമൊക്കെ കൊള്ളുകയില്ല, മടുത്തു. ഞാൻ വാർഡിനെ വിളിച്ചൊന്ന് പറയാം. അടുത്ത കൊല്ലം ഞാൻ ഇവിടുത്തെ സ്കൂളിൽ എങ്ങനെ ചേർന്നോളാം പപ്പ. അവിടെ ഒരു രസമില്ല. രസിക്കാനല്ല സ്കൂളിൽ പോകുന്നത്, പഠിക്കാനാ. അതൊന്നാം തരം സ്കൂളാ. അവിടെ പഠിക്കുന്ന പ്രസ്റ്റീജാ. എങ്കിൽ നിശയെ കൂടി അങ്ങോട്ട് വിടു പപ്പ. അവളെ എന്തിനാണ് അവിടെയൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത്? നീയല്ലേ പഠിച്ച് വലിയവനാകേണ്ടവൻ. അവള് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വല്ലവനും കല്യാണം കഴിച്ചോണ്ട് പോകും.